ഇന്നലെയൊക്കെ നല്ല മഴയായോണ്ടേ പച്ചക്കറിത്തോട്ടത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അതാ അതും ഇതുമൊക്കെ ഒന്ന് നുള്ളിയെടുക്കാനുണ്ട്. 2 പയറും 2 നമ്മുടെ നിത്യവഴുതനയും ആയിട്ടൊക്കെ ഉണ്ട്. ഒരു തോരനുള്ളതായി കണ്ടോ. നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടോ. ഇത് ഒരെണ്ണം കട്ട് ചെയ്യാറായി. നമുക്ക് സാമ്പാറിലൊക്കെ ഇടാം. കണ്ടോ, ഇത് നോക്കിക്കേ. കണ്ടോ, ഇതിൻ്റെ ഇല കണ്ടോ, എല്ലാം ഇങ്ങനെ ഇതുണ്ടോ, കട്ട കുത്തി കിടക്കുന്നുണ്ട്. ഇത് നിറച്ച് പുഴു കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടായി തുടങ്ങിയപ്പോഴത്തേക്കും പുഴുവും കയറിയിട്ടുണ്ട്. മഴയല്ലേ, അതുകൊണ്ട് അതാണ്ടോ മിക്ക ഇലയിലും ഉണ്ട്. ഇപ്പം തന്നെ അതിനൊരു ഇതൊന്ന് എടുത്തേ കളഞ്ഞില്ലെങ്കിൽ ഫുൾ അതിൻ്റെ ഇല തീർക്കും. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് പുഴുവായിരിക്കും കേട്ടോ. അതാ ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം, ഇലയെല്ലാം കൂടെ. ഇതിങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇത് ഫുള്ള് തീർക്കുവേ. വെണ്ടയ്ക്കുണ്ട്, പക്ഷെ ഇച്ചിരി വെയിലിൻ്റെ വിഷയമുണ്ട്. വെണ്ടയ്ക്കൊക്കെ നല്ല വെയിൽ വേണം. അതിൻ്റെ എല്ലാ ഇലയിലും ഇങ്ങനെ കൂട്ടി ഇല തമ്മിൽ കണ്ടോ. പുഴുവാണെങ്കിൽ എത്ര ഭംഗിയുണ്ടാ. ഇനിയുണ്ടോ അതിൻ്റെ ഇതിങ്ങനെ വെട്ടിയിട്ടുണ്ടെങ്കിൽ ഇല മൊത്തം തീരുമെന്ന് തോന്നുന്നു. പക്ഷെ ഇല ഇങ്ങനെ നിർത്തിയാൽ ഇതുങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാ ഇലയും തീർക്കും. അതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഇലയുടെ ഉള്ളിലെ പുഴു ഇതുണ്ടോ, ഏത് സൈസ് പുഴുവാന്ന് നോക്കാവേ. കണ്ടോ, നോക്കിയേ, വലിയ പുഴു. മതിയായ പുഴു ഉണ്ടോ. ഇങ്ങനെയാണ് ഈ മഴക്കാലം ആയതുകൊണ്ടാണ് ഈ മാതിരി പുഴു. അല്ലെങ്കിൽ ഇത്ര വലിയ ശല്യമൊന്നും വല്ലതാ. ഇതിൽ പുഴു ഇല്ലേ, ചാടിപ്പോയോ, ഇതായിരിക്കും. ഇതിലുണ്ട്. ദേഹത്തൊക്കെ മുട്ടിയ ഞാൻ ഒന്ന് ജസ്റ്റ് കാണിക്കാം ഏത് തരത്തിലുള്ള പുഴുവാണെന്ന് നോക്കാൻ വേണ്ടി കേട്ടോ. ഇത് ദേഹത്തൊക്കെ മുട്ടുമൊക്കെ ചെയ്താൽ ചൊറിഞ്ഞ് ഭയങ്കര. നോക്കി എല്ലാ ഇലയും കൂടെ കൂട്ടി എന്താ എത്ര ഇല കൂട്ടി ചെയ്ത് വെച്ചേക്കണെന്ന് കണ്ടോ. ആ ഇല മൊത്തം തിന്നേണ്ടതേ. ഇത് നോക്കി, ഓ ഉണ്ടോ ആ പുഴുവാ. ഇതിങ്ങനെ ചുറ്റി കയറിയിരിക്കണം, മുട്ടയിടാനായിരിക്കും അല്ലേ. എനിക്കറിയത്തില്ല കേട്ടോ. ഇതിനെ നശിപ്പിക്കാണ്ട് നമ്മളെന്തെങ്കിലുമേ ഇത് പുഴുവിനുള്ള അടിച്ചു കൊടുത്താലുമേ നമ്മുടെ സെയിം വലിപ്പത്തിലുള്ള. അപ്പം ഞാൻ ഇതിനൊന്ന് ആ ഇലയൊക്കെ കളഞ്ഞിട്ടേ ഇതിൽ മരുന്ന് അടിച്ചു കൊടുക്കണേ കേട്ടോ. ഈ മഴക്കാലം ആയതുകൊണ്ട് അത്ര വലിയ റിസൾട്ട് കിട്ടുമെന്ന് അറിയത്തില്ല. കാരണം ഇന്ന് മഴയാണ്. ഇപ്പം തന്നെ ഇതേ മഴയത്ത് ഒലിച്ചു പോകുമല്ലോ. വെളുത്തുള്ളിയും കഞ്ഞിവെള്ളവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന ഒരു ഇതായിരുന്നു. അതിൻ്റെ സോഴ്സ് ഞാൻ കണ്ടെത്തി. ഇതാണ്ടോ, നമ്മുടെ ഈ ചെമ്പരത്തി ഇല്ലേ, താളി തേക്കണ ചെമ്പരത്തി, ഇതേലാണ് ഇത് ആദ്യം വരുന്നത്. കണ്ടോ, അതിൻ്റെ ഇല എല്ലാം ചുരുട്ടി വെച്ചേക്കണം. കണ്ടോ, എല്ലാ ഇലയും അതെ, അവിടെ ഒക്കെ അതെ. അപ്പം അതേ നിന്നാണ് അത് സ്പ്രെഡ് ചെയ്യണതാണ്. ഇതാദ്യം തന്നെ വെട്ടി നശിപ്പിക്കുക. ഇത് മഴയാവുമ്പോഴാട്ടോ, അല്ലാണ്ട് വേനൽക്കാലത്ത് ഇതിനൊരു വിഷയമില്ല. മഴയാവുമ്പോൾ ഇത് മൊത്തം പുഴു ദേഹത്ത് വീഴുമായിരിക്കും. ഇവിടെ മുകളിൽ പയറൊക്കെ കായ്ച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ പയറിലേക്കും ഇനി ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ സോഴ്സ് ഞാനൊന്ന് നശിപ്പിക്കട്ടെ. എല്ലാ തവണയും മഴക്കാലം ആകുമ്പോൾ ഞാനേ ചെമ്പരത്തി ഇങ്ങനെ ചോട്ടിന്ന് വെട്ടി കളയാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിഷയം വരാറില്ലേ. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു കുറച്ച് ഇലയിൽ ഇങ്ങനെയൊരു, പക്ഷെ ഞാൻ അത്ര അങ്ങ് കാര്യമായിട്ടേ കൺസിഡർ ചെയ്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് ഫുള്ളായി, അതിലേക്കൊക്കെ സ്പ്രെഡായി. നമ്മൾ ഇതിലെ പിന്നെ പയറിലൊക്കെ ആവുമായിരിക്കും. ഇനിയും കമ്പുണ്ട്. ഇതിവിടെയൊക്കെ ഇട്ടാൽ ഇനി വീണ്ടും ആ പുഴു ഇതിലേക്കൊക്കെ കയറും.